JNU വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇടത് സഖ്യത്തിന് ജയം. കേന്ദ്ര പാനലിൽ 4-ൽ 3 ഇടത് സഖ്യം വിജയിച്ചപ്പോൾ ഒരു സീറ്റിൽ ഇടത് പിന്തുണയോടെ ബാപ്സയും ജയിച്ചു. ഐസ നേതാവ് ധനഞ്ജയാണ് വിദ്യാർത്ഥി യൂണിയന്റെ പുതിയ പ്രസിഡന്റ്. 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് JNU വിദ്യാർത്ഥി യൂണിയന് ദളിത് പ്രസിഡന്റ് വരുന്നത്. മുതലുള്ള ഇടതുസഖ്യത്തിന്റെ കുതിപ്പിന് ഇത്തവണയും മാറ്റമുണ്ടായില്ല. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടന്ന വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര പാനൽ മുഴുവൻ സ്വന്തമാക്കിയാണ് ഇടതുസഖ്യം വിദ്യാർത്ഥി യൂണിയൻ നിലനിർത്തിയത്. പ്രധാന എതിരാളിയായ ABVPക്ക് ഒരു സീറ്റിലേക്കും വെല്ലുവിളി ഉയർത്താൻ സാധിച്ചില്ല. 922 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ധനഞ്ജയുടെ വിജയം. 1996-97 ശേഷം അധ്യക്ഷനാകുന്ന ആദ്യ ദളിത് വിഭാഗക്കാരനെന്ന തിളക്കത്തോടെയാണ് ധനഞ്ജയ് വിദ്യാർത്ഥി യൂണിയൻ അമരത്തേക്കെത്തുന്നത്. തിയേറ്റർ സ്റ്റഡീസിൽ ഗവേഷകനായ ധനഞ്ജയ് ബീഹാർ ഗയ സ്വദേശിയാണ്. SFIയുടെ അഭിജിത് ഘോഷ് ആണ് വൈസ് പ്രസിഡന്റ്. ASF നേതാവ് സാജിദ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും വിജയിച്ചു. ബിർസ അംബേദ്കർ സ്റ്റുഡൻസ് യൂണിയൻ നേതാവ് പ്രിയാൻഷി ആര്യയാണ് ജനറൽ സെക്രട്ടറി. ഇടതു സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതിനാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇടതു സഖ്യം ബാപ്സയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. 40 പഠന സ്കൂളുകളിൽ പകുതിയിലേറെയും ഇടതു സഖ്യം സ്വന്തമാക്കി. റിപ്പോർട്ടർ, ദില്ലി.